ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ബാത്റൂം പ്ലാസ്റ്റർ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യും മുമ്പേ നമ്മൾ ഇതുപോലെ ചാന്ത് ഇടണം. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം ഇതിന്റെ ഈർപ്പം നമ്മൾ അടിയിലോട്ട് ഇറങ്ങും. നമ്മളിതിപ്പം പശവ് കൊടുത്ത് സ്ലോപ്പ് അങ്ങോട്ട് ഇട്ടിരിക്കുക. ഇവിടെ ചെറിയ 1 ഇഞ്ചിന്റെ പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ചിന്റെ പൈപ്പ് ഇടുമ്പോൾ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞ് നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൽ വീഴുന്ന വെള്ളം അഥവാ ടൈലിൽ കൂടി ലീക്ക് ആയി കഴിഞ്ഞാൽ ഈ ഓസി കൂടി പുറത്തു പോകും. അങ്ങനെ ഞങ്ങൾ ആ 3 ബാത്റൂം ഉണ്ട്. ആ മേളിൽ ചെയ്യുന്ന ബാത്റൂം എപ്പോഴും നമ്മൾ ഇതുണ്ടോ, ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്ലോപ്പ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് ഈ ഈർപ്പം അടിയിലോട്ട് പിടിക്കില്ല. ഞാൻ ഒരുപാട് സൈറ്റിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, അവരുടെ വീടിന്റെ ചുവരിൽ വെള്ളം ഒലിച്ചിറങ്ങുന്നതും ചുവരൊക്കെ പൊട്ടി അടിയിൽ കംപ്ലീറ്റ് ഈർപ്പം ഇതുപോലെ വശം കൊടുത്ത് കംപ്ലീറ്റും ചാന്തിട്ട് നമ്മൾ ഇതിലോട്ട് എടുത്തിരിക്കുന്നു. അത് പല ആൾക്കാർക്കും അറിയത്തില്ല, ഇപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഈ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യുമ്പോൾ പ്ലംബറാണ് ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പൈപ്പ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്യണത്. നമ്മൾ മേസ്ത്രിമാര് ഈ ചാന്തം ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് ഒരുപാട് സൈറ്റിൽ ഇപ്പോഴും ചെയ്യുന്നില്ല. ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് മുഖ്യ സൈറ്റിലും വന്നിട്ടുണ്ട്. ഈ ഒരു താഴ്ന്ന തട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടിയിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് വെള്ളം കെട്ടി നിർത്തുമ്പോൾ ആ ഈർപ്പം അടിയിൽ കാണിക്കുമായിരുന്നു. അപ്പൊ ക്ലയന്റിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ നമ്മൾ ചാന്ത് ഇട്ട് ഗ്രൗട്ടൊക്കെ ചെയ്ത് ഇതിന്റെ വാട്ടർ പ്രൂഫ് കെമിക്കൽ നമ്മൾ ഡോക്ടർ ഫിക്സിന്റെ ഒരു ഇത് നമ്മൾ ഈ ചാന്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം വന്ന് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് പോലും ആ ഒരു ഈർപ്പം താഴെ വന്നിട്ടില്ല. കാരണം ഒരിക്കലും ഇനി ആ ഒരു ഈർപ്പം താഴോട്ട് വരില്ല. അപ്പൊ ഇത് പല ആൾക്കാരും ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പൊ രണ്ടാമത് ബാത്റൂമിന്റെ ടൈലെല്ലാം കുത്തിപ്പൊട്ടിച്ച് ഒന്നേന്ന് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ആ ലീക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് അടിക്കണം. വാട്ടർ പ്രൂഫ് എത്ര നാള് നിലനിൽക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം വാട്ടർ പ്രൂഫ് അടിച്ചാലും അതിന്റെ അടിയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ആ വെള്ളം അതിന്റെ അടിയിൽ തന്നെ കെട്ടി നിൽക്കും. ഈ വാട്ടർ പ്രൂഫിന് ഒരു കാലാവധിയുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കില്ല. ഈ ഗ്രൗട്ടിൽ വീഴുന്ന വെള്ളം കറക്റ്റ് ആ സ്ലോപ്പ് വഴി പുറത്തു പോകും. അപ്പൊ പല ആൾക്കാർ ഇത് ചെയ്യാത്തതിന്റെ ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബാത്റൂമിൽ ലീക്ക് വരുന്നതിന്റെ ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സൈറ്റില് മേളിൽ 3 ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ അകത്ത് പ്രൈമർ അടിച്ചു തുടങ്ങി, അകത്ത് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഔട്ട് സൈഡാണ് പ്ലാസ്റ്ററിങ് നടക്കുന്നത്. കേട്ടോ, അങ്ങനെ ഈ ഒരു 3 ബാത്റൂം ഇതുപോലെ സിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിമെന്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ രാത്രിയാണ്, നൈറ്റ് വന്നാണ് ചെയ്തത്. അപ്പൊ നൈറ്റ് വന്ന് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ സിമെന്റ് ചെയ്യുന്ന രീതി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ ബാത്റൂമാണ്. ഇവിടെ നിന്നാണ് സ്ലോപ്പ്, നമ്മൾ കംപ്ലീറ്റ് സ്ലോപ്പ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ് വെച്ച് ഇനി നമ്മൾ ബാക്കി പ്ലംബിങ്ങിന്റെ പണിയെല്ലാം ചെയ്ത് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ടൈലിട്ടതിനു ശേഷം എപ്പോഴെങ്കിലും അഥവാ ഒരു ലീക്ക് വല്ലതും വന്നാൽ ആ വെള്ളം ഏറ്റവും അടിയിൽ പോകത്തില്ല, ഈ തട്ടിൽ കൂടി നേരെ ഓവി കൂടി പുറത്തോട്ട് പോകും. അപ്പൊ മാക്സിമം നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ ബാത്റൂം ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഇത് ആരും ശ്രദ്ധിക്കാതെ പോകരുത്. ഇത് ചെറിയൊരു കാര്യമാണ് എന്നുള്ള ചിന്തയും വേണ്ട. കാരണം ഇത് വലിയൊരു കാര്യം തന്നെയാണ്, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.